KPCC പ്രസിഡന്റ് വിഷയത്തെ പന്ത് തട്ടും പോലെ തട്ടിക്കളിപ്പിക്കുകയാണ് ഇപ്പോഴും ഉത്തരവാദിത്തമുള്ള നേതാക്കൾ. തന്നെ പിടിച്ചു പുറത്താക്കിയതാണ് എന്ന തരത്തിൽ സുധാകരൻ വിഷമം പറഞ്ഞപ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ടത് ഹൈക്കമാൻഡിന്റെ ഉത്തരവാദിത്തമായി മാറി. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുന്ന കാര്യം ചർച്ച ചെയ്തില്ല എന്ന സുധാകരന്റെ വാദം ഹൈക്കമാൻഡ് നേതാക്കൾ തള്ളിക്കളഞ്ഞു. അധ്യക്ഷ പദവിയിലെ മാറ്റം സംബന്ധിച്ച് ഒന്നല്ല 2 തവണ സുധാകരനുമായി സംസാരിച്ചെന്നും ഇന്നല്ലെങ്കിൽ നാളെ സുധാകരനെ മാറ്റുമെന്നും അദ്ദേഹത്തോട് തന്നെ അറിയിച്ചിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പറയുന്നത്. അപ്പോൾ ആരാണ് ഈ 2ൽ കള്ളം പറഞ്ഞത് എന്ന് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. ദേശീയ നേതൃത്വം ഇത് വ്യക്തമായി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ദേശീയ നേതൃത്വം പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ നേതാക്കളെ അറിയിക്കുകയും ഇവിടുത്തെ സംസ്ഥാന നേതാക്കളെ കേട്ട ശേഷമാണ് ആ റിപ്പോർട്ടിന് രൂപം കൊടുക്കുന്നത് എന്നും ദേശീയ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, സുധാകരൻ കൊള്ളില്ല എന്ന് പറഞ്ഞതും ഹൈക്കമാൻഡ് അല്ല. സുധാകരൻ സജീവമല്ലെന്നും അനാരോഗ്യമുണ്ടെന്നും ദീപാദാസ് മുൻഷിയെ ധരിപ്പിച്ചത് മുഴുവൻ സംസ്ഥാന നേതാക്കളാണെന്നും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആരൊക്കെയാണ് സുധാകരനെ മാറ്റാൻ പറഞ്ഞതെന്നും എന്തൊക്കെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങളെന്നും എന്നൊക്കെ പറഞ്ഞ് ഇനിയും കുത്തിപ്പൊക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും അത് പാർട്ടിയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടും സുധാകരന്റെ ഇപ്പോഴത്തെ വിമർശനങ്ങളോട് തൽക്കാലം പ്രതികരിക്കേണ്ടെന്നാണ് നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. മാത്രമല്ല, വളരെ നല്ല രീതിയിൽ KPCC പുനഃസംഘടിപ്പിച്ചിട്ടും വീണ്ടും ഇങ്ങനെ തമ്മിലടിക്കുന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വം കാര്യമായി തന്നെ ഇടപെട്ടിരിക്കുന്നു. KPCC അധ്യക്ഷ പദവി മാറ്റം വിവാദമായതിനാൽ ലീഗ് ശക്തമായ അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വർഷമാണ് ഇതെന്നും എല്ലാ പാർട്ടികളെയും ഓർമ്മിപ്പിക്കുകയാണെന്നും മുസ്ലിം ലീഗ് ആദ്യം തന്നെ വ്യക്തമാക്കി. ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് ഉയരാൻ കഴിയണം. കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർ തന്നെ പരിഹരിക്കണമെന്നും UDF-നെ ഭദ്രമാക്കണമെന്നും മുസ്ലിം ലീഗ് മുന്നറിയിപ്പ് നൽകി. സത്യത്തിൽ സുധാകരൻ ആത്മസംയമനം പാലിക്കേണ്ടുന്ന ഒരു വിഷയമായിരുന്നു. തനിക്ക് ഈ പാർട്ടി എല്ലാം തന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുകയാണ്. MLA ആക്കി, MP ആക്കി, മന്ത്രിയാക്കി, 4 വർഷം KPCC അധ്യക്ഷനാക്കി. അതിനെല്ലാം അപ്പുറത്ത് ഇത്ര പ്രായമായി സ്ഥാനമൊഴിയുന്ന ഒരു KPCC അധ്യക്ഷനും കിട്ടാത്ത തരത്തിൽ പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവ് എന്നാക്കി മാറ്റി. അത് ദേശീയ നേതാവിന്റെ പദവിയാണ് നൽകിയത്. എന്നിട്ടും ഇങ്ങനെ പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് മാധ്യമങ്ങൾക്കും എതിർ പാർട്ടിക്കാർക്കും പറഞ്ഞു ചിരിക്കാനുള്ള ഒരു വഴിയൊരുക്കിയതാണ്. ഏതായാലും ആരൊക്കെ ഇടപെട്ടു എന്നുള്ളത് സംശയത്തിൽ നിൽക്കുന്നതാണെങ്കിലും AICC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഒപ്പോടുകൂടിയാണ് സുധാകരനെ മാറ്റിയത് എന്ന് വ്യക്തമായിരിക്കുന്നു. അതെങ്കിലും സുധാകരൻ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അച്ചടക്കമില്ലാത്തൊരു കോൺഗ്രസുകാരൻ എന്ന പേരുകൂടി വന്നു ചേരും.